ഇന്ത്യയിൽ ഇന്ന് ഒരുപാട് ആളുകൾ നേരിടുന്ന വലിയൊരു ആരോഗ്യ പ്രശ്നമാണ് ഡയബറ്റീസ്. അതുപോലെ തന്നെ ആളുകളെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് ഒബീസിറ്റി. ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലോകത്ത് ഇന്ന് പലതരം മരുന്നുകൾ ലഭ്യമാണ്. ശരീരഭാരം കുറയ്ക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഈ മരുന്നുകൾ ഇന്ന് വളരെ വലിയ ചർച്ചാ വിഷയമാണ്. ഒസംബിക്, അതുപോലെ വെഗോവി, കൂടാതെ റൈബൽസസ് തുടങ്ങിയവ ഇതിൽ വളരെ പ്രശസ്തമായ മരുന്നുകളാണ്. ഇവയെ സെലിബ്രിറ്റി മരുന്നുകൾ എന്നാണ് സാധാരണയായി ആളുകൾ വിളിക്കുന്നത്. കാരണം ഇവ വളരെ വില കൂടിയ മരുന്നുകളാണ്. പണക്കാർക്കും പ്രശസ്തർക്കും മാത്രമാണ് ഇത്തരം മരുന്നുകൾ വാങ്ങാൻ കഴിഞ്ഞിരുന്നത്. സാധാരണക്കാർക്ക് ഇത് വാങ്ങാൻ കഴിയുമായിരുന്നില്ല. ഈ മരുന്നുകൾ പ്രധാനമായും നിർമ്മിച്ചിരുന്നത് നോവോ നോർഡിസ്ക് എന്ന വലിയ കമ്പനിയാണ്. അവർക്ക് മാത്രമാണ് ഈ മരുന്നുകൾ ഉണ്ടാക്കാൻ അവകാശമുണ്ടായിരുന്നത്. അവർക്ക് ഈ മരുന്നുകളുടെ പേറ്റന്റ് ഉണ്ടായിരുന്നു. അതിനാൽ മറ്റ് കമ്പനികൾക്ക് ഇത് നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഈ മരുന്നുകളുടെ പ്രധാന ഘടകമായ സെമാഗ്ലൂറ്റൈഡ് എന്ന തന്മാത്രയുടെ പേറ്റന്റ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഇത് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിന് വലിയൊരു നേട്ടമാണ് നൽകുന്നത്. എന്താണ് സെമാഗ്ലൂറ്റൈഡ് എന്ന് നമുക്ക് വിശദമായി നോക്കാം. ഇത് പ്രധാനമായും ഒരു GLP-1 തന്മാത്രയാണ്. GLP-1 എന്നാൽ ഗ്ലൂക്കാഗൺ ലൈക്ക് പെപ്റ്റൈഡ് 1 എന്നാണ് അർത്ഥമാക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഈ മരുന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പാൻക്രിയാസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ആദ്യം അറിയണം. നമ്മുടെ ശരീരത്തിലെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കൃത്യമായി നിയന്ത്രിക്കുന്നത് പാൻക്രിയാസ് ആണ്. ഇതിനായി പാൻക്രിയാസ് പ്രധാനമായും 2 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അവയാണ് ഇൻസുലിൻ, അതുപോലെ ഗ്ലൂക്കാഗൺ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കും. അപ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ഇൻസുലിൻ സഹായിക്കുന്നു. എന്നാൽ ചില സമയങ്ങളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ താഴോട്ട് പോകും. അത്തരം സാഹചര്യങ്ങളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടാൻ ഗ്ലൂക്കാഗൺ സഹായിക്കുന്നു. ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഇത് രണ്ടും കൃത്യമായ അളവിൽ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെയാണ് GLP-1 തന്മാത്രയുടെ വലിയ പ്രാധാന്യം വരുന്നത്. ഈ തന്മാത്ര ശരീരത്തിൽ ഒരു സ്മാർട്ട് റെഗുലേറ്ററായി പ്രവർത്തിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ ഇൻസുലിൻ അളവ് വർദ്ധിപ്പിക്കാൻ ഇത് നിർദ്ദേശം നൽകുന്നു. അതുപോലെ പഞ്ചസാരയുടെ അളവ് കുറയേണ്ട സാഹചര്യങ്ങളിൽ ഗ്ലൂക്കാഗൺ അളവ് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. എപ്പോഴും ഒരേ രീതിയിലല്ല ഈ മരുന്ന് പ്രവർത്തിക്കുന്നത്. ശരീരത്തിന്റെ അന്നേരത്തെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഇതിന് കഴിയും. ആവശ്യമുള്ളപ്പോൾ മാത്രം ഇൻസുലിൻ നൽകാനും ആവശ്യമില്ലാത്തപ്പോൾ അത് കുറയ്ക്കാനും ഈ മരുന്ന് സഹായിക്കുന്നു. ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള രോഗികൾക്ക് ഈ മരുന്ന് വലിയൊരു അനുഗ്രഹമാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എപ്പോഴും കൃത്യമായി നിലനിർത്താൻ ഈ ജീവൻ രക്ഷാ മരുന്ന് അവരെ സഹായിക്കുന്നു. ഈ മരുന്ന് പ്രമേഹത്തിന് മാത്രമല്ല, ശരീരഭാരം കുറയ്ക്കാനും വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ വയറ് പെട്ടെന്ന് നിറഞ്ഞതായി നമുക്ക് തോന്നും. വളരെ വേഗം വിശപ്പ് അനുഭവപ്പെടില്ല. വയറെപ്പോഴും നിറഞ്ഞതായി തോന്നുന്നത് കാരണം ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുന്നു. വിശപ്പ് വല്ലാതെ കുറയുന്നത് കൊണ്ട് തന്നെ ശരീരത്തിലെത്തുന്ന കലോറിയുടെ അളവും വളരെയധികം കുറയുന്നു. ഇത് സ്വാഭാവികമായും ശരീരഭാരം പെട്ടെന്ന് കുറയാൻ കാരണമാകുന്നു. ഇങ്ങനെയാണ് സെമാഗ്ലൂറ്റൈഡ് ലോകമെമ്പാടും ഒരു വെയിറ്റ് ലോസ് മരുന്നായി പ്രശസ്തമായത്. ശരീരഭാരം പെട്ടെന്ന് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങി. വളരെ വേഗം ഫലം നൽകുന്ന ഒരു മരുന്നാണിത്. മുന്നേ പറഞ്ഞതുപോലെ ഇത് വളരെ വില കൂടിയ ഒരു മരുന്നായിരുന്നു. ഒരു മാസം ഈ മരുന്ന് ഉപയോഗിക്കാൻ ഏകദേശം 11,000 മുതൽ 15,000 രൂപ വരെ ചിലവ് വരുമായിരുന്നു. ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഇത്രയും വലിയ തുക നൽകി ഈ മരുന്ന് വാങ്ങാൻ കഴിയില്ല. എന്നാൽ പേറ്റന്റ് അവസാനിച്ചതോടെ ഈ മരുന്ന് ഇപ്പോൾ ജനറിക് ആയി മാറിയിരിക്കുകയാണ്. ഒരു പുതിയ മരുന്ന് കണ്ടെത്തുമ്പോൾ ആ കമ്പനിക്ക് അതിന്മേൽ 20 വർഷത്തേക്ക് പേറ്റന്റ് ലഭിക്കാറുണ്ട്. ഈ കാലയളവിൽ മറ്റാർക്കും അത് നിർമ്മിക്കാൻ കഴിയില്ല. എന്നാൽ ഇപ്പോൾ ആ കാലയളവ് അവസാനിച്ചു. അതായത് ഇനി ഇന്ത്യയിലെ മറ്റ് കമ്പനികൾക്കും ഈ മരുന്ന് നിർമ്മിക്കാൻ സാധിക്കും. വില കുറഞ്ഞ ജനറിക് മരുന്നുകൾ വിപണിയിൽ എത്തുന്നതോടെ ഇതിന്റെ ചിലവ് വൻതോതിൽ കുറയാൻ പോകുകയാണ്. ഒരു മാസത്തെ ഉപയോഗത്തിന് ഇനി 3,000 മുതൽ 5,000 രൂപ വരെ മാത്രമേ ചിലവ് വരികയുള്ളൂ. ഇത് സാധാരണക്കാരായ രോഗികൾക്ക് വളരെ വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. വളരെ കുറഞ്ഞ ചിലവിൽ ഇനി ഈ മരുന്ന് എല്ലാവർക്കും എളുപ്പത്തിൽ ലഭ്യമാകും. ഇന്ത്യയിലെ പ്രമുഖ മരുന്ന് നിർമ്മാണ കമ്പനികൾ ഈ വലിയ അവസരം വിനിയോഗിക്കാൻ തയ്യാറെടുക്കുകയാണ്. സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡി, സിപ്ല, കൂടാതെ സൈഡസ് തുടങ്ങിയ വലിയ കമ്പനികൾ ഈ മരുന്ന് നിർമ്മിക്കാൻ തുടങ്ങും. മാർച്ച് 21 മുതൽ ഈ കമ്പനികൾക്ക് സെമാഗ്ലൂറ്റൈഡ് ഉപയോഗിച്ച് മരുന്നുകൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കാൻ അവകാശമുണ്ട്. പല കമ്പനികൾ ഒരേ സമയം ഈ മരുന്ന് നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ വിപണിയിൽ വലിയ മത്സരമുണ്ടാകും. അത് മരുന്നുകളുടെ വില വീണ്ടും കുറയാൻ സഹായിക്കും. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ വലിയ ഗുണം ചെയ്യും. ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ആളുകൾക്ക് ഒരുപോലെ ഈ മികച്ച മരുന്ന് ഇനി വളരെ എളുപ്പത്തിൽ ലഭ്യമാകും. ഇന്ത്യയെ ലോകത്തിന്റെ ഫാർമസി എന്നാണ് പലപ്പോഴും വിളിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനറിക് മരുന്നുകൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. സെമാഗ്ലൂറ്റൈഡ് മരുന്നുകൾ വലിയ തോതിൽ നിർമ്മിക്കാൻ ആരംഭിക്കുന്നതോടെ ഇന്ത്യയുടെ ആരോഗ്യ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകാൻ പോവുകയാണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഈ വില കുറഞ്ഞ മരുന്നുകൾ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ നമുക്ക് സാധിക്കും. കാനഡയിലും ഇന്ത്യയിലുമാണ് ഇതിന്റെ പേറ്റന്റ് പ്രധാനമായും അവസാനിക്കുന്നത്. എന്നാൽ പല വികസിത രാജ്യങ്ങളിലും ഇപ്പോഴും ഈ മരുന്നിന് പേറ്റന്റ് നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ പേറ്റന്റ് അവസാനിച്ചതിനാൽ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഇത് നിർമ്മിക്കാനും മറ്റ് രാജ്യങ്ങൾക്ക് നൽകാനും കഴിയും. മറ്റ് രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും ഈ മരുന്നുകൾ കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങും.
ഇതുവഴി ഇന്ത്യക്ക് വലിയൊരു സാമ്പത്തിക വരുമാനം ലഭിക്കും. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഇത് വളരെ നല്ല രീതിയിൽ സഹായിക്കുകയും ചെയ്യും. പൊതുജനാരോഗ്യ മേഖലയിൽ ഈ മരുന്ന് വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഒബിസിറ്റി അഥവാ അമിതവണ്ണം ഇന്ന് പലതരം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അമിതവണ്ണം ഉള്ളവരിൽ ഹൃദ്രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ബ്ലഡ് പ്രഷർ വർദ്ധിക്കാനും ഇത് കാരണമാകുന്നു. കാർഡിയാക് അറസ്റ്റ് പോലെയുള്ള ജീവന് ഭീഷണിയാകുന്ന അവസ്ഥകൾ തടയാൻ ശരീരഭാരം കൃത്യമായി നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. സെമാഗ്ലൂറ്റൈഡ് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ലഭ്യമാകുന്നതോടെ ശരീരഭാരം നിയന്ത്രിക്കാൻ കൂടുതൽ ആളുകൾക്ക് സാധിക്കും. ഇതുവഴി ഹൃദ്രോഗങ്ങൾ അതുപോലെ ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ അസുഖങ്ങൾ വലിയ തോതിൽ കുറയ്ക്കാൻ കഴിയും. ഇത് രാജ്യത്തെ ആരോഗ്യ മേഖലയ്ക്ക് വലിയൊരു നേട്ടമാകും. ഗ്രാമീണ മേഖലയിലുള്ള പാവപ്പെട്ട സാധാരണക്കാർക്ക് കൂടി ഈ വിലയേറിയ മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാൻ ഇത് വഴിയൊരുക്കും. ഇത്രയധികം ഗുണങ്ങൾ ഈ മരുന്നിനുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരുപാട് പുതിയ കമ്പനികൾ ഈ മരുന്ന് ഒരേ സമയം നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ മരുന്നിന്റെ കൃത്യമായ ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. വിപണിയിൽ വ്യാജ മരുന്നുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ സർക്കാർ കർശനമായ പരിശോധനകൾ എപ്പോഴും നടത്തേണ്ടതുണ്ട്. കൃത്യമായ ക്വാളിറ്റി ചെക്സ് നടത്തിയതിനു ശേഷം മാത്രമേ മരുന്നുകൾ വിപണിയിൽ വിൽക്കാൻ അനുവദിക്കാൻ പാടുള്ളൂ. വ്യാജ മരുന്നുകൾ തിരിച്ചറിയാൻ ശക്തമായ സംവിധാനങ്ങൾ വേണം. അതുപോലെ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ യാതൊരു കാരണവശാലും ഈ മരുന്ന് വാങ്ങാൻ പാടില്ല. ഇതൊരു ഓവർ ദി കൗണ്ടർ മരുന്നല്ല. കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വാങ്ങി ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാൽ വില കുറയുമ്പോൾ ആളുകൾ ഇത് സ്വയം മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഇത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. ഈ മരുന്നിന് അതിൻ്റെതായ പല സൈഡ് എഫക്ട്സും ഉണ്ട്. ഡോക്ടറെ കാണാതെ സ്വന്തമായി ഇത് ഉപയോഗിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. വ്യാജരേഖകൾ ചമച്ച് മരുന്ന് വാങ്ങുന്ന രീതികൾ തടയണം. അതിനാൽ കർശനമായ നിയന്ത്രണങ്ങൾ രാജ്യത്ത് ഏർപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചുരുക്കത്തിൽ സെമാഗ്ലൂറ്റൈഡ് എന്ന മരുന്ന് ജനറിക്കായി മാറുന്നത് ഇന്ത്യൻ ആരോഗ്യരംഗത്ത് വലിയൊരു വിപ്ലവമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. പ്രമേഹവും അമിതവണ്ണവും മൂലം ബുദ്ധിമുട്ടുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ആളുകൾക്ക് ഇതൊരു പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാകുന്നതോടെ രാജ്യത്തെ ജനങ്ങളുടെ പൊതുജനാരോഗ്യം കൂടുതൽ മെച്ചപ്പെടും. അതോടൊപ്പം മരുന്ന് കൂടുതൽ കയറ്റുമതി ചെയ്യുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തും വലിയ തോതിലുള്ള മുന്നേറ്റമുണ്ടാകും. കൃത്യമായ നിയന്ത്രണങ്ങളോടെയും കർശനമായ ഗുണനിലവാര പരിശോധനകളിലൂടെയും ഈ മരുന്ന് ജനങ്ങളിൽ എത്തിച്ചാൽ അത് ഇന്ത്യക്ക് വലിയൊരു മുതൽക്കൂട്ടാകും. ആരോഗ്യമുള്ള ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ ഇത്തരം ജീവനരക്ഷാ മരുന്നുകൾ സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ എളുപ്പത്തിൽ ലഭ്യമാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ത്യയുടെ ആരോഗ്യ മേഖലയുടെ പുതിയൊരു അധ്യായത്തിനാണ് ഈ മാറ്റം തുടക്കം കുറിക്കുന്നത്. ഭാവിയിൽ ഇത്തരം നിരവധി വില കൂടിയ മരുന്നുകൾ സാധാരണക്കാർക്ക് ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇത് കേവലം ഒരു മരുന്നിന്റെ മാത്രം കാര്യമല്ല, മറിച്ച് കോടിക്കണക്കിന് ആളുകളുടെ ജീവനും ആരോഗ്യത്തിനും നൽകുന്ന വലിയൊരു സംരക്ഷണമാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ആരോഗ്യ മേഖലയെയും ഒരുപോലെ ശക്തിപ്പെടുത്താൻ ഈ ഒരു ചുവടുവെപ്പ് വലിയ രീതിയിൽ സഹായിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.